Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളെ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളും ദെൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഈ ഒരു സീരീസിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ജൂനിയർ അക്കൗണ്ടന്റിന്റെ 3 ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യം മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ച്, അതിൽ 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റ്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നിർബന്ധമായും മോക്ക് ടെസ്റ്റ് എടുത്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനൊരു എഡ്ജ് ലഭിക്കുള്ളൂ. 25-ാം തീയതി നേരെ പോയിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ KC's ക്ലാസ്സസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ 10 മൊഡ്യൂളിൻ്റെയും MCQs, അതിൻ്റെ PDF, അതിൻ്റെ റെക്കോർഡഡ് മോക്ക് ടെസ്റ്റ്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാച്ച് ഉണ്ട്. ദെൻ ക്രാഷ് ബാച്ച് ഉണ്ട്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രാക്ടീസ് മാത്രം വേണ്ടതെങ്കിൽ അതും അവൈലബിൾ ആണ്. അങ്ങനെ സ്റ്റുഡൻസിന് ഏത് ലെവലിലാണ് വേണ്ടതെങ്കിൽ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നടക്കാൻ പോകുന്ന കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ MCOM കഴിഞ്ഞവർക്ക് പറ്റുന്നതാണ്. അതുപോലെ തന്നെ MCOM നെറ്റ് ഉള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, ഇതിൻ്റെ ഒക്കെ കോച്ചിങ് നമ്മൾ നെക്സ്റ്റ് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, ഇന്റേണൽ ഇക്വിറ്റി ഈസ് റൈസ്ഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. Number 2, external equity refers to the issue of new shares. Number 3, external equity is always cheaper than internal equity. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്റേണൽ ഇക്വിറ്റി ഈസ് റേസ്ഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. കറക്റ്റ് അല്ലേ? റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇപ്പം നമുക്ക് എക്സ്റ്റേണലും ഉണ്ട് ഇന്റേണലും ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എക്സ്റ്റേണൽ വരുന്നതാണ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടുള്ള ഫണ്ടൊക്കെ അല്ലേ. ഈ പറയുന്ന ഇന്റേണൽ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കീപ്പ് ചെയ്യുന്ന റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 2, എക്സ്റ്റേണൽ ഇക്വിറ്റി റെഫേഴ്സ് ടു ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. കറക്റ്റ് ആണ്. എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ട് റേസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയാം. നമ്പർ 3, എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇന്റേണൽ ഇക്വിറ്റി. അത് തെറ്റല്ലേ? എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നമ്മൾ ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് ചീപ്പർ ആണെന്ന് പറയുന്നത് ഇന്റേണൽ ഇക്വിറ്റി ആയിട്ടുള്ള റീറ്റെയിൻഡ് ഏർണിംഗ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അത് തെറ്റാണ്. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവുകയാണ് ചെയ്യുക എക്സ്റ്റേണൽ ഇക്വിറ്റി. കാരണം നമ്മൾ പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ നടത്തുമ്പോൾ നമുക്ക് അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും, ഷെയർ ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വരും, അല്ല ലീഗൽ ചാർജസ്, അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള പല ചിലവുകളും വരും. ഓട്ടോമാറ്റിക്കലി ഇന്റേണൽ ഇക്വിറ്റിനേക്കാളും അത് എക്സ്പെൻസീവ് ആവാണ് ചെയ്യുക. സോ 1ഉം 2ഉം ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നമ്പർ 12, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഹാവ് ലിറ്റിൽ ഇൻഫ്ലുവൻസ് ഓൺ ദ കമ്പനീസ് ഫിനാൻസിംഗ് ഡിസിഷൻസ്. Number 2, in boom periods, companies may raise equity easily due to high share prices and lower flotation cost. Number 3, during depression or uncertain periods, companies may prefer debt over equity. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഹാവ് ലിറ്റിൽ ഇൻഫ്ലുവൻസ് ഓൺ കമ്പനീസ് ഫിനാൻസിങ് ഡിസിഷൻസ്. അത് തെറ്റല്ലേ? ഫിനാൻസിങ് ഡിസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ.
ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഫിനാൻസിങ് ഡിസിഷനെ അല്ലേ. നമ്മളിപ്പോൾ ഡെറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഏത് ഫണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ലിറ്റിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. നമ്പർ 2, in boom periods companies may raise equity easily due to high share prices and lower flotation costs. കറക്റ്റാണ്. ബൂം പീരീഡിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും എല്ലാത്തിലും. അതുകൊണ്ടാണല്ലോ ആ പീരീഡിനെ ബൂം പീരീഡ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും പൈസ ഉണ്ടാവും, നല്ലൊരു ബെസ്റ്റ് ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസ് കൂടുതലാണ്, ഫ്ലോട്ടേഷൻ കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ എന്താണ് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടിരിക്കുന്ന ഒരു പീരീഡാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇക്വിറ്റി ഷെയർസ് റേസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അവിടെ ആശങ്കകൾ കുറവാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ഈ ഒരു ടൈമിൽ റേസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കറക്റ്റാണ്. ദെൻ ഡ്യൂറിങ് ഡിപ്രഷൻ ഓർ അൺസർട്ടൺ പീരീഡ് കമ്പനീസ് മേ പ്രിഫർ ഡെറ്റ് ഓവർ ഇക്വിറ്റി. അത് കറക്റ്റാണ്. ഡിപ്രഷൻ ടൈമിലത്തെ പ്രത്യേകത നമുക്കറിയാം. എല്ലാവരും പാനിക്കാണ്, അല്ലെങ്കിൽ ഭയങ്കര മാർക്കറ്റ് സെൻസിറ്റീവ് മാർക്കറ്റിൻ്റെ സമയത്ത് ആരും അല്ല, വോളട്ടൈലായിരിക്കും മാർക്കറ്റ്. ഷെയർ പ്രൈസൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇക്വിറ്റി ഷെയർസ് റേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറ്റ് പ്രിഫർ ചെയ്യുന്നു. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ് കൊടുക്കേണ്ടത്, കൊടുത്ത് പോയാൽ മതി. അപ്പോൾ ഇക്വിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെറ്റിലോട്ട് പ്രിഫറൻസ് പോകുന്നു. കറക്റ്റാണ്. സോ 2ഉം 3ഉം ആണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോവുക. നമ്മുടെ ആപ്പ് കാണാൻ സാധിക്കും. അതിൽ മോക്ക് ടെസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. അതിൽ പോയി കണ്ടൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ മോക്ക് ടെസ്റ്റും കാണാം. ഇപ്പോൾ 5 എണ്ണം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഫുൾ ഡീറ്റെയിൽസ് ഒരു എക്സാമിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം, ഓരോ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3-4 ചോദ്യങ്ങളിലൂടെ ആൻസർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ ഒരു 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്തു. അതിന് ശേഷം നമ്മളതിൻ്റെ റിപ്പോർട്ടിലോട്ട് പോവുകയാണെങ്കിൽ സ്കോർ കാണാം, എത്ര അറ്റൻഡ് ചെയ്തു എന്ന് കാണാം, സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും, ഗ്രാഫ് അടക്കം. ദെൻ അതിൻ്റെ സൊല്യൂഷൻ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റോങ് ആൻസർ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടോ, ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. റോങ് ആൻസർ ആണെങ്കിൽ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്ത് കണ്ടോ, അതിൻ്റെ റിപ്പോർട്ട് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ്, ഒറ്റ മോക്ക് ടെസ്റ്റ് മാത്രം മതിയെങ്കിൽ 100 റുപ്പീസിന് അതും അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ 10 മൊഡ്യൂളിൻ്റെ MCQs വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓരോ മൊഡ്യൂളിൻ്റെയും PDF MCQ, അതിൻ്റെ MCQ ഡിസ്കഷൻ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് മോക്ക് ടെസ്റ്റ് ഉള്ള ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. ചോദ്യം ഇതാണ്, ഗോർഡൻ മോഡലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഗോർഡൻസ് മോഡൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? എപ്പോഴും ഇതിൻ്റെ അസംഷൻസ് പഠിക്കണം കേട്ടോ. ഗോർഡൻ, വാട്ടർ, MM. ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ വെൻ ഏർണിംഗ്സ് ആർ റീറ്റെയിൻഡ്. Retention ratio is variable and changes with growth. The value of the firm is affected by dividend policy when the internal rate of return differs from the cost of capital. 1 and 2, 1 and 3, 2 and 3 all are correct. നോക്കാം നമുക്ക്. ആദ്യത്തെ, dividend per share is expected to grow when earnings are retained. കറക്റ്റ് അല്ലേ? ഗോർഡൻ മോഡലിൽ പറയുന്ന കാര്യമാണ്. എന്താ ഗ്രോത്ത്? ഇതിലെന്താണ് ഇക്വേഷൻ? G ആണ്. G = BR ആണ്. B എന്ന് പറഞ്ഞാൽ റീറ്റൻഷൻ ആണ്, റീറ്റൻഷൻ റേഷ്യോ, എത്രത്തോളം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതാണ് B. R എന്ന് പറഞ്ഞാൽ റിട്ടേൺ. അപ്പോൾ റീറ്റെയിൻ ചെയ്യുന്നത് ഇൻറ്റു റിട്ടേൺ ആണ് ഗ്രോത്ത്. അതും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മൾ ഇതിൽ അസംഷൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ. ഡിവിഡൻഡ് പെർ ഷെയർ കൂടും വെൻ ഏർണിങ്സ് ആർ റീറ്റെയിൻ. ഒരു സ്ഥാപനം കൂടുതൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ B കൂടുതലാവാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവുക ചെയ്യുക? ഗ്രോത്ത് കൂടുകയാണ് ചെയ്യുക. ഗ്രോത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ, ഒരാൾക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ്, ഒരു ഷെയർമ കിട്ടുന്ന ഡിവിഡൻഡ് കൂടും. കറക്റ്റാണ്, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ്? കൂടുതൽ റീറ്റെയിൻ
റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യുക അസംഷൻ പ്രകാരം. റിട്ടൻഷൻ കൂടുമ്പോൾ, ഗ്രോത്ത് കൂടുമ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ കൂടുന്നു. ഓക്കെ, ദെൻ റിട്ടൻഷൻ റേഷ്യോ ഈസ് വാരിയബിൾ ആൻഡ് ചേഞ്ചസ് വിത്ത് ഗ്രോത്ത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റല്ലേ? ഇതിൻ്റെ അസംഷൻ തന്നെ റിട്ടൻഷൻ റേഷ്യോ ഫിക്സ്ഡ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ്. കോൺസ്റ്റന്റ് ഗ്രോത്ത് ഇതിൻ്റെ അസംഷൻ പഠിക്കണം കേട്ടോ നിങ്ങൾ. കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ്. സോ അതുകൊണ്ട് തന്നെ അസംഷൻ പ്രകാരം റിട്ടൻഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, നോട്ട് വാരിയബിൾ. ഫിക്സ്ഡ് ആണ് കേട്ടോ. ചേഞ്ചസ് വിത്ത് ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ദെൻ നമ്പർ 3, ദ വാല്യൂ ഓഫ് ദി ഫേം ഈസ് എഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി വെൻ ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിഫേഴ്സ് ഫ്രം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കറക്റ്റ് അല്ലേ? വാല്യൂ ഓഫ് ദി ഫേമും ഡിവിഡൻഡ് പോളിസിയും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ട് ഗോർഡൻ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. എന്താണ് 3 കാര്യങ്ങൾ പറയുന്നത് ഗോർഡൻ? നമ്പർ 1, റിട്ടേൺ കൂടുതലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറവുമാണെങ്കിൽ അത് ഗ്രോത്ത് ഫേം ആയിട്ടാണ് എടുക്കുന്നത്. അവർ കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ റിട്ടേൺ കൂടുതലുണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീനെ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ എന്ത് ചെയ്തു? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന, റേസ് ചെയ്യുന്ന പൈസ അതിന് തിരിച്ചു കൊടുക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് റിട്ടേൺ ഉണ്ട് എങ്കിൽ അതൊരു ഗ്രോത്ത് ഉള്ള ഫേമാണ്. അപ്പോൾ അവർ കിട്ടുന്നതിൽ കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം. അതാണ് ആദ്യം പറയുന്നത്. ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് വാല്യൂ ഓഫ് ദി ഫേമിനെ ബാധിക്കും എന്നാണ് പറയുന്നത് അല്ലേ? രണ്ടാമത് പറഞ്ഞിട്ടുള്ള എന്താ? ഓപ്പോസിറ്റ് ആണെങ്കിൽ, റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറവുമാണെങ്കിൽ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ഡിവിഡൻഡ് നിർബന്ധമായും കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് അല്ലേ? മൂന്നാമത് R=KE ആണ്. ഈ ഒരു സാഹചര്യത്തിൽ വാല്യൂ ഓഫ് ദി ഫേമും ഡിവിഡൻഡ് പോളിസിയും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളത് ആണ് R=KE ആണെങ്കിൽ. അപ്പോൾ ഇത് ഗോർഡൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? ഗോർഡൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. വാല്യൂ ഓഫ് ദി ഫേം ഈസ് എഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി. വാല്യൂ ഓഫ് ദി ഫേമും ഡിവിഡൻഡ് പോളിസിയും തമ്മിൽ എഫക്റ്റ് ഉണ്ട്. അതാണല്ലോ റെലവൻസ് തിയറി ഗോർഡൻ്റെ. എപ്പോഴാണ്? വെൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും, അതാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിഫറൻസ് അവിടെ ഉണ്ടെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത് ശരിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെ കറക്റ്റ്? 1ഉം 3ഉം ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അസംഷൻസ്. എഗെയിൻ CAPM വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ അസംഷൻ മനസ്സിലാക്കി വയ്ക്കണം. ആ അസംഷൻ അറിയാമെങ്കിൽ നമുക്ക് നേരെ ആൻസർ ഈസി ആയിട്ട് കൊടുക്കാം. Security returns are normally distributed. Investors' utility functions are assumed to be quadratic. The quantity of risky securities in the market is fixed. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക്. ആദ്യം CAPM മോഡലിൽ സെക്യൂരിറ്റി റിട്ടേൺസ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ബെൽ ഷേപ്പാണ്. നമുക്കറിയാം അതിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ആവറേജ് അല്ലെ, റിട്ടേൺ ആണ് ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് വാരിയൻസ്, റിസ്കിനെ ഡിനോട്ട് ചെയ്തിട്ട്, പോർട്ട്ഫോളിയോ അല്ലെ റിസ്കിനെ ഡിനോട്ട് ചെയ്തിട്ട് വരുന്നു. ഇത് രണ്ടുമാണ് വരുന്നത്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെ, ഒരു ബെൽ ഷേപ്പിലായിരിക്കും നമ്മളത് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം. സെക്യൂരിറ്റി റിട്ടേൺസ് എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വിത്ത് വാരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ റിസ്കിനെ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അസംഷൻ പഠിക്കുക. നമ്പർ 2, ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആർ അസ്യൂംഡ് ടു ബി ക്വാഡ്രാറ്റിക്. അതും കറക്റ്റാ. ഇൻവെസ്റ്ററുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോർ ഫോക്കസ് എന്ന് പറയണത് എപ്പോഴും എന്താ? എക്സ്പെക്റ്റഡ് റിട്ടേണിലായിരിക്കും. അതാണ് ഇവിടുത്തെ അസംഷൻ. കിട്ടാൻ സാധ്യതയുള്ള റിട്ടേണിലായിരിക്കും. വിത്ത് ദേ വിൽ കൺസിഡർ ദ റിസ്ക് ഓൾസോ, പോർട്ട്ഫോളിയോ റിസ്ക് ഓൾസോ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അതാണ് ഈ പറയുന്ന ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആർ അസ്യൂം ടു ബി ക്വാഡ്രാറ്റിക് മീൻസ് വാട്ട്? ഇൻവെസ്റ്റേഴ്സ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേണിലും വിത്ത് അവരെന്ത് കൺസിഡർ ചെയ്യും? റിസ്കിനെ കൂടി കൺസിഡർ ചെയ്യും, പോർട്ട്ഫോളിയോ റിസ്ക്. ഇത് രണ്ടിനും കൺസിഡർ ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ്. കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നിങ്ങൾ അസംഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടും. നമ്പർ 3, ദ ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റീസ് ഇൻ ദി മാർക്കറ്റ് ഈസ് ഫിക്സ്ഡ്. അതും കറക്റ്റാ.
മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉള്ള റിസ്കി സെക്യൂരിറ്റീസിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണെന്ന അസംഷൻ. മാർക്കറ്റ് ഇക്വിലിബ്രിയം അത് അങ്ങനെയാണ് അസംഷൻ വെക്കാൻ പറ്റുള്ളൂ, എന്നാലേ മാർക്കറ്റ് ക്ലിയർ ആവുള്ളൂ. ഇപ്പം നമ്മൾ പലപ്പോഴും പല തിയറികളും ഓരോരുത്തർ പറയുന്ന സമയത്ത് അതിന് സാധുത ഉണ്ടാവണമെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള അസംഷൻസിൻ്റെ ബേസിൽ നമ്മളത് വായിച്ചാൽ അതിനൊരു ലോജിക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ലോജിക്ക് ഉണ്ടാവില്ല. എന്ന് പറയണ പോലെ ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ സപ്ലൈ ഓഫ് റിസ്കി സെക്യൂരിറ്റീസ്, ഒരു മാർക്കറ്റിലുള്ള റിസ്കി സെക്യൂരിറ്റീസിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് അസംഷൻ എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. അതിൻ്റെ സപ്ലൈ ഇത്ര നമ്പർ അല്ലെങ്കിൽ ഇത്രേ ഉണ്ടാവുള്ളൂ, അതൊരു ഫിക്സഡ് ആണ്. മനസ്സിലായോ? എന്നാൽ മാത്രമേ അത് മാത്രമല്ല അതെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അറ്റ് ദി സെയിം ടൈം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ ടൈമിൽ ഒരേപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സെക്യൂരിറ്റീസ് ആണ്, അത് ഫിക്സഡ് ആണ്. അതാണ് അസംഷൻ. എന്നാൽ മാത്രമേ മാർക്കറ്റിനെ പറ്റിയിട്ടൊരു ക്ലിയർ ഐഡിയ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാലേ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് എത്തിച്ചേരാനും അല്ലേ സാധിക്കുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരെ കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്പർ 1, ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ്, making debt financing more attractive under corporate taxation. Number 2, retained earnings and dividends are also tax deductible like interest expenses. Number 3, leveraged firms can offer high combined income to shareholders and debt holders compared to unleveraged firm under the same operating income. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ്, മേക്കിംഗ് ഡെറ്റ് ഫിനാൻസിങ് മോർ അട്രാക്റ്റീവ് അണ്ടർ കോർപ്പറേറ്റ് ടാക്സേഷൻ. കറക്റ്റ് അല്ലേ? നമുക്കറിയാം കടം മേടിക്കുമ്പോൾ നമുക്ക് അവിടെ ടാക്സ് ബെനഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മൾ പറയുന്നതാണ് കടം മേടിച്ച് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടാക്സേഷൻ ബെനഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ? ഡെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് കൊടുക്കണം, ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ബെനഫിറ്റ് കിട്ടും. സോ മേക്കിംഗ് ഡെറ്റ് ഫിനാൻസിങ് മോർ അട്രാക്റ്റീവ് അണ്ടർ കോർപ്പറേറ്റ് ടാക്സേഷൻ. സോ ഇക്വിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ബെനഫിറ്റ് അതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്പർ 2, retained earnings and dividends are also tax deductible like interest expense. അത് തെറ്റല്ലേ? റിട്ടേൺഡ് ഏർണിങ്സിനും ഡിവിഡൻസിനും എന്തില്ല? ടാക്സേഷൻ ബെനഫിറ്റ് ഇല്ല. സോ നമുക്ക് കടം മേടിക്കുമ്പോൾ മാത്രമാണ്, ഡെറ്റിന് മാത്രമാണ് അവിടെ ടാക്സ് ബെനഫിറ്റ് വരുന്നത്. റിട്ടേൺ ഏർണിങ്സിനും ഡിവിഡൻസിനും ടാക്സ് ബെനഫിറ്റ് ഇല്ല. രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരണം. ഡിവിഡൻസ് നമ്മൾ പേ ചെയ്യുന്നത് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ? ടാക്സിന് ശേഷമാണ് നമ്മൾ ഡിവിഡൻസിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്. നേരെ മറിച്ച് ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ബിഫോർ ടാക്സ് ആണ്. സോ ഇതാണ് ട്രീറ്റ്മെൻറ്റിൽ രണ്ടെണ്ണത്തിൻ്റെയും വരുന്ന വ്യത്യാസം. എപ്പോഴും അത് മനസ്സിലോട്ട് കൊണ്ടുവരണം. Then number 3, leveraged firms can offer higher combined income to shareholders and debt holders compared to unleveraged firms under the same operating income. കറക്റ്റ് അല്ലേ? ലിവറേജ്ഡ് ഫേമിൻ്റെ പ്രത്യേകത എന്താ? അവർ ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ ലിവറേജ്ഡ് ഫേം എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അവർക്ക് ടാക്സ് ബെനഫിറ്റ് ലഭിക്കുന്നു. സോ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഇൻകം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അൺലിവറേജ്ഡ് ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റ് യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലിവറേജ്ഡ് ഫേം ക്യാൻ ഓഫർ ഹയർ കമ്പൈൻഡ് ഇൻകം ടു ഷെയർ ഹോൾഡേഴ്സ് കമ്പയറിംഗ് വിത്ത് അൺലിവറേജ്ഡ് ഫേം. ഓക്കെ, സോ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. Consider the following statements regarding a share split. Share split നെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം. In a share split, the face value of each share is reduced while the number of shares increases. Number 2, a share split is undertaken to increase the market price of shares. Number 3, a share split does not affect the total paid up capital of a company. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. എന്താണ് ഷെയർ സ്പ്ലിറ്റ്? നമുക്കറിയാം കൺസെപ്റ്റ്. ആക്ച്വലി ഉള്ള ഷെയർസിൻ്റെ നമ്പർ അവിടെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ 100 ഷെയർസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
നമ്പർ ഓഫ് ഷെയർസ് 200 ആക്കുന്നു. ഒരു ഷെയറിന് 10 രൂപയുള്ളത് നമ്മൾ 5 രൂപയായിട്ട് കുറയ്ക്കുന്നു. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം 100 × 10 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഷെയർസിന്റെ എണ്ണം 100, ഒരു ഷെയറിന് 10 രൂപ. സോ 100 × 10 എന്താണ് 1000 ആണ് ടോട്ടൽ വാല്യൂ വരുന്നത്. നമ്മളത് സ്പ്ലിറ്റ് ചെയ്യുന്നു. 10 രൂപയുള്ള ഒരു ഷെയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കുന്നു, 2 ഷെയർ ആക്കുന്നു. അപ്പോൾ ഒരു ഷെയറിന് 5 രൂപ, വാല്യൂ കുറഞ്ഞു. ദെൻ ടോട്ടലിൽ വല്ല വ്യത്യാസം വരും, 200 × 5 1000. ഇതാണ് ഷെയർ സ്പ്ലിറ്റിൽ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ എ ഷെയർ സ്പ്ലിറ്റ് ദ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഈസ് റെഡ്യൂസ്ഡ് വൈൽ ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസസ്. അതല്ല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, കറക്റ്റ് അല്ലേ? ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ എന്ന് പറയുന്നത് കുറയും, 10 ഉള്ളത് 5 ആയിട്ട് കുറയും. ഈസ് റെഡ്യൂസ്ഡ് വൈൽ ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് ഷെയർസ് 100 ഉള്ളത് എന്താ 200 ആയി, കറക്റ്റ് അല്ലേ? നമ്പർ 2, എ ഷെയർ സ്പ്ലിറ്റ് ഈസ് അണ്ടർടേക്കൺ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഷെയർ സ്പ്ലിറ്റിലൂടെ എന്താണ്, മാർക്കറ്റ് പ്രൈസ് ഷെയറിന്റെ കൂടുന്നു എന്നാണ് പറയുന്നത്. കൂടുണ്ടാവും? ഇല്ലല്ലോ. എന്താ ഉണ്ടാവുന്നത്? മാർക്കറ്റ് പ്രൈസ് കുറയാണ് ചെയ്യുക, അഫോർഡബിൾ ആക്കാനാണ് നോക്കുന്നത്. 10 രൂപ ഉണ്ടായിരുന്ന ഒരു ഷെയറിന്റെ വില 5 രൂപയായിട്ട് കുറയാണ് ചെയ്യുന്നത് ഷെയർ സ്പ്ലിറ്റിലൂടെ. അപ്പോൾ ഷെയർ സ്പ്ലിറ്റ് അണ്ടർടേക്കൺ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് തെറ്റാണ്, ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. ദെൻ നമ്പർ 3, എ ഷെയർ സ്പ്ലിറ്റ് ഡസ് നോട്ട് എഫക്ട് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഷെയർ സ്പ്ലിറ്റ് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നില്ല, കറക്റ്റ് അല്ലേ? 2 കേസിലും 1000 ഷെയർ സ്പ്ലിറ്റ് സംഭവിച്ചു എന്ന് വെച്ചിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ശരിയാണ്. അപ്പോൾ 1 ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരാ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, ഇൻ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് firms need to maintain higher working capital due to larger inventories and receivables. Number 2, prompt and adequate supply allows firms to maintain low inventory levels. Number 3, if raw materials are available only seasonally, firms may need to carry large inventories year round. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, ഇൻ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് firms need to maintain higher working capital due to larger inventories and receivables. കറക്റ്റ് അല്ലേ? ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആകുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക? കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമുക്ക് ലിബറൽ ആയിട്ട് ക്രെഡിറ്റ് പോളിസി വെക്കേണ്ട വരും. ഇപ്പോൾ 30 days കൊടുത്തത് ചിലപ്പോൾ 45 അല്ലെ 60 days ഒക്കെ ആയിട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും ആൾക്കാരെ നിലനിർത്താൻ വേണ്ടിയിട്ട്. കോമ്പറ്റീഷൻ അത്രത്തോളം കൂടുതലാണ്. സോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് അവിടെ മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? നമ്പർ 2, prompt and adequate supply allows firms to maintain low inventory levels. അതും കറക്റ്റ് അല്ലേ? പ്രോംപ്റ്റ് ആൻഡ് ആഡിക്വേറ്റ് സപ്ലൈ, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, നമുക്ക് എപ്പോഴാണ് പ്രൊഡക്ഷന്റെ ഓർഡർ വരുന്നത് ആ സമയത്തേക്ക് മാത്രം ഇൻവെന്ററി ക്യാരി ചെയ്യുക. സോ ജസ്റ്റ് ഇൻ ടൈമിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് 0% ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റിലോട്ട് അല്ലെ എത്തിക്കലാണ്. ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഏറ്റവും മിനിമലിലോട്ട് എത്തിക്കലാണ്. അപ്പോൾ പ്രോംപ്റ്റ് ആൻഡ് ആഡിക്വേറ്റ് സപ്ലൈ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെന്ററി ലെവല് അല്ലെ ഏറ്റവും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ കറക്റ്റ് ആണ്. ജസ്റ്റ് ഇൻ ടൈം അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. നമ്പർ 3, if raw materials are available only seasonally, firms may need to carry large inventories year around അല്ലെ ഇയർ റൗണ്ട്. അതും കറക്റ്റ് അല്ലേ? ഈ raw materials are available only seasonally എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സീസണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത നമുക്കറിയാം. അവര് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം ഇൻവെന്ററി ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് ആ സമയത്ത് മാത്രമേ റോ മെറ്റീരിയൽ കിട്ടുള്ളൂ. സോ ഈ raw materials are available only seasonally, firms may need to carry large inventories. അപ്പോൾ ആ ഒരു സമയത്തേക്ക് കൂടുതൽ ഇൻവെന്ററി എടുത്ത് ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും. ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. നമ്പർ 18, which of the following are valid methods of improving liquidity? ലിക്വിഡിറ്റിനെ റിലേറ്റ് ചെയ്തുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ്. നമ്പർ 1, increasing the stock turnover to release tied up funds. Number 2, postponing
capital expenditure that are not urgent. Number 3, maintaining a high inventory levels to ensure smooth production. 1 and 2, 1 and 3, 2 and 3, all are correct. നോക്കാം നമുക്ക്. Liquidity means what? Ability to convert a firms അല്ലേ items into cash. നമ്മുടെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ട് എന്നുള്ളതാണ് ലിക്വിഡിറ്റിയുടെ അല്ലെ കൺസെപ്റ്റ്. അപ്പൊ അത് ആദ്യത്തെ പറയുന്നത് നോക്കിയേ, ഇൻക്രീസിങ് ദി സ്റ്റോക്ക് ടേൺ ഓവർ ടു റിലീസ് ടൈഡ് അപ്പ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ കൂടുതലാണെങ്കിൽ എന്താ, നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ സാധിക്കുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് കയ്യിലോട്ട് കിട്ടാണ്. അതാണ് ഇൻക്രീസിങ് സ്റ്റോക്ക് ടേൺ ഓവറിന്റെ മീനിങ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇൻക്രീസിങ് സ്റ്റോക്ക് ടേൺ ഓവർ റിലീസ് ടൈഡ് അപ്പ് ഫണ്ട്സ്, നമുക്ക് പെട്ടെന്ന് ഫണ്ട് കയ്യിലോട്ട് കിട്ടും എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 2, പോസ്റ്റ്പോണിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ നോട്ട് അർജന്റ്. ലിക്വിഡിറ്റി കൂട്ടില്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കൂടുതൽ എമൗണ്ട് അല്ലെ സ്പെൻഡ്, ഇപ്പൊ മെഷീനറി മേടിക്കാൻ, ബിൽഡിംഗ് പണിയാൻ, അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അത് അർജന്റ് അല്ലെങ്കിൽ നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം ഫണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളതാണ്. ലിക്വിഡിറ്റി വർദ്ധിക്കും. ശരിയാണ്. നമ്പർ 3, മെയിൻറ്റെയിനിങ് എ ഹൈ ഇൻവെന്ററി ലെവൽ ടു എൻഷുർ സ്മൂത്ത് പ്രൊഡക്ഷൻ. അത് തെറ്റാണ്. എന്താ, നമ്മൾ ഹൈ ഇൻവെന്ററി ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഫണ്ട് മുഴുവൻ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുക, ക്യാഷ് കെട്ടിക്കിടക്കും, നമ്മുടെ ലിക്വിഡിറ്റിനെ ബാധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മെയിൻറ്റെയിനിങ് എ ഹൈ ഇൻവെന്ററി ലെവൽ ഫോർ സ്മൂത്ത് പ്രൊഡക്ഷൻ, അതിലൂടെ ലിക്വിഡിറ്റി കൂടുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻവെന്ററി ലെവല് കൂടുതൽ അല്ലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടിനെ ബാധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. Consider the following statements about financial conditions and dividend policy. Number 1, liquidity constraints have no effect on dividend decisions if profits are available. Number 2, a company with high financial leverage prefers to retain more earnings. Number 3, bonus shares can be issued to psychologically satisfy shareholders without actual cash outflow. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. ഡിവിഡൻഡ് പോളിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ഡിവിഡൻഡ് പോളിസി. ആദ്യത്തെ, ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് ഹാവ് നോ ഇഫക്ട് ഓൺ ഡിവിഡൻഡ് ഡിസിഷൻ ഇഫ് പ്രോഫിറ്റ്സ് ആർ അവൈലബിൾ. തെറ്റല്ലേ? എന്താ പറയുന്നത്, ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസിന് ഒരു ഇഫക്റ്റും ഇല്ലാന്ന് ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ. അത് തെറ്റാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ട്, ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, ബട്ട് ആ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അപ്പുറത്ത് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട് ഒരുപാട്. അതിനാണ് ആ ക്രെഡിറ്റ് സെയിൽസിന് അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസയുള്ളൂ എങ്കിൽ അത് ലിക്വിഡിറ്റിനെ ബാധിക്കും, നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആ പ്രോഫിറ്റ് മറ്റ് പല ആവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് വരാണ്. സോ അത് ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്, ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസിന് ഹാവ് നോ ഇഫക്ട് ഓൺ ഡിവിഡൻഡ് ഡിസിഷൻ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അത് ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കില്ല, നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈവൻ ദോ ദ കമ്പനി ഹാവ് ഇനഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അപ്പുറത്ത് ആ പ്രോഫിറ്റിന് മറ്റ് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കും എന്നുള്ളതാണ്. നമുക്കത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ. Number 2, a company with high financial leverage prefer to retain more earnings. Correct അല്ലേ? A company with high financial leverage prefer to retain more earnings. എന്തുകൊണ്ടാണ്? ഫിനാൻഷ്യൽ ലിവറേജ് കൂടുതലായിട്ടുള്ള ഒരു സ്ഥാപനം കൂടുതൽ കടം മേടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കടം മേടിക്കുമ്പോൾ അവർക്ക് ആ മേടിക്കുന്ന കടത്തിന് പ്രോപ്പറായിട്ട് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റോ മറ്റു കാര്യങ്ങളെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ ഫണ്ട് അത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ നോക്കാണ് ചെയ്യുക. കാരണം മാസം മാസം ഫിനാൻഷ്യൽ ലിവറേജ് കൂടുതലാ, ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കടമായിരിക്കും കൂടുതൽ, ഓട്ടോമാറ്റിക്കലി മാസം മാസം ഈ പറയുന്ന ഇൻട്രസ്റ്റ് കൊടുക്കണം. വീഴ്ച വരുത്തിയ കമ്പനീനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീറ്റെയിൻ ഏർണിങ്സിനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ റീറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? റിസ്ക് ഒഴിവാക്കാനും കമ്പനിയുടെ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ട്. ഓക്കെ. സോ അതുകൊണ്ടാണ് കമ്പനി വിത്ത് ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് പ്രിഫർ ടു റീറ്റെയിൻ മോർ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ. മൂവിങ് ടു നമ്പർ 3, ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ടു സൈക്കോളജിക്കലി സാറ്റിസ്ഫൈ ഷെയർ ഹോൾഡേഴ്സ് വിതൗട്ട് ആക്ച്വൽ
ക്യാഷ് ഔട്ട് ഫ്ലോ കറക്റ്റ് അല്ലേ? നമ്മുടെ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഷെയർ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ബോണസ് ഷെയർസ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയർസിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു പൈസ ഇല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ സ്ഥാപനത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഷെയർ ഹോൾഡേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബോണസ് ഷെയർസ് കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരു എന്താണ് മനസ്സിൻ്റെ ഒരു സന്തോഷം കിട്ടും. കമ്പനി എന്തെങ്കിലും തരുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും തരില്ലല്ല, നമ്മൾ കമ്പനിയുടെ ഭാഗമായിട്ട് മാറാണ്, നമ്മുടെ പ്രപ്പോർഷൻ കൂടാണ് അല്ലേ? അപ്പോൾ കറക്റ്റാണ്. ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ടു സൈക്കോളജിക്കലി സാറ്റിസ്ഫൈഡ് ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് ആക്ച്വൽ ക്യാഷ് ഔട്ട് ഫ്ലോ. നമ്മുടെ നിന്ന് പൈസ പോകണില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, സോ ലാസ്റ്റ് നമുക്ക് ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് കേട്ടോ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ്. Number 2, net working capital is the difference between current assets and current liabilities. Number 3, net working capital always remains positive for all firms. Which of the above statements are correct? 1 and 2, 1 and 3, 2 and 3, all are correct. Okay, number 1, gross working capital refers to the total investment in current asset. Correct ആണ്. കറണ്ട് അസറ്റിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ. Number 2, net working capital is the difference between current assets and current liabilities. അതും കറക്റ്റ് അല്ലേ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് എന്ത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ലാസ്റ്റ് വൺ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾവേസ് റിമെയിൻസ് പോസിറ്റീവ് ഫോർ ഓൾ ഫേംസ്. അത് തെറ്റാണ്. കറണ്ട് ലൈബിലിറ്റി കൂടി കറണ്ട് അസറ്റ് കുറവാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് വരാം, അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവ് അല്ല. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ ഏത് ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ എക്സ്പേർട്ടുകളുടെയും അവരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ അസംഷൻസ് പഠിക്കണം. അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, MCQ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.